സേവ്യറെ, പോലീസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവന് ഒളിക്കാൻ വന്നവൻ മൊത്തത്തിൽ അളന്നളന്നങ്ങടെ എടുത്ത്. വർഷങ്ങളായിട്ട് നീ ഉറക്ക വിളിച്ച് കാത്തു നിന്നത് അവൻ ഒറ്റ ദിവസം കൊണ്ട് കാട്ടും. നിനക്കിപ്പോൾ ഈ കല്ലുമെത്ത മാത്രമേ ഉള്ളൂ. തിരുപ്പലകയിൽ നിന്ന് രൂപ ഇറങ്ങിപ്പോയി. ദേ ഇപ്പോൾ പലകയും കാണാനില്ല. കംപ്ലീറ്റ് ഓതറൈസേഷനിലെ കീ ഫ്രേസ് ആ തള്ളി ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. 2 ദിവസം കൊണ്ട് ആ കൊച്ചു വഴി അവനത് സംഘടിപ്പിക്കും. എന്താ എൻ്റെ പരിപാടി? എൻ്റെ കട്ടയിളകി തുടങ്ങി. ഇനി അധികം മൂപ്പുണ്ടെന്ന് തോന്നുന്നില്ല. അരണി കയറാൻ സമയമായെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നെ അടുപ്പിക്കയറ്റാൻ ആ കുറുക്കനും പിള്ളേരെ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഭരണിയിലായാൽ ഈ പരുന്നും കണ്ടി നടുക്കഷ്ണം മുറിച്ചിട്ടാലും അവൻ്റെ കാൽപ്പാട് പിടിച്ച് ആളുകൾ പുറകെ വരും. എത്രയും പെട്ടെന്ന് പരുത്തും കണ്ടിക്കൊരു അവകാശം ഉണ്ടാവണം. രൂപയ്ക്കൊരു കുഞ്ഞിനെ ഉണ്ടാവണം. അവൾക്ക് വയറ്റിലുണ്ടാക്കുന്നത് ആ തുമ്പനായിരിക്കും. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ ആര് ബാക്കിയുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നീ വിചാരിക്കണ്ട. നീ ഉറങ്ങിക്കിടക്കാൻ നേരത്ത് ഇവിടെ കാവലിക്കുന്ന ആരാണ്? ഞാനല്ലേ? അതെനിക്കറിയാം. പക്ഷേ ഇത്തവണ എനിക്കൊരാഗ്രഹമുണ്ട്. സേവ്യറെ, റൂബിയുടെ കൊച്ചിൻ്റെ ചോര തിളങ്ങണം, കലങ്ങാൻ പാടില്ല. ആ ശുദ്ധി വേണം, ശുദ്ധി വേണം, അത് വേണം. അതെ, പരിശുദ്ധി വേണം. റൂബിക്കൊരു കൊച്ചിനെ കൊടുക്കാൻ അങ്ങേക്ക് പറ്റുമോ? റൂബിയുടെ കൊച്ചിൻ്റെ അച്ഛനാകാൻ പറ്റുമോ? സേവ്യറെ, നീതി വിട്ട് ഞാനെന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് സേവ്യറിന് തോന്നുന്നുണ്ടോ?